സോ നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CMMI പ്രോസസ് ഇംപ്രൂവ്മെന്റ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നതാണ്. അതായത് കേപ്പബിലിറ്റി, CMMI എന്ന് പറഞ്ഞാൽ കേപ്പബിലിറ്റി, C ഫോർ കേപ്പബിലിറ്റി, ദെൻ മെച്യൂരിറ്റി, മോഡൽ, ഇൻ്റഗ്രേഷൻ. ഇങ്ങനെ ഒരു മോഡലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ലൈക്ക് എ ഗ്ലോബൽ റിപ്പോർട്ട് കാർഡ് ഫോർ ഹൗ പ്രൊഫഷണലി എ കമ്പനി ബിൽഡ്സ് എ സോഫ്റ്റ്വെയർ. എത്ര പ്രൊഫഷണൽ ആയിട്ടാണ് ഒരു സോഫ്റ്റ്വെയർ ഒരു കമ്പനി ഉണ്ടാക്കുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടാകുന്നു, അതിൻ്റെ പ്രൊഫഷണലിസം എത്രയാണെന്ന് മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു റിപ്പോർട്ട് കാർഡ് പോലെയാണ് ഈ CMMI എന്ന് പറയുന്ന ഒരു പ്രൊഫൈല് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഓരോരുത്തരും പ്രോഗ്രസ് കാർഡ് ഉണ്ട്. ഇപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളെയും ഒരു ക്ലാസ്സിൽ ആ കുട്ടി എങ്ങനെ പെർഫോം ചെയ്യണു അങ്ങനെയാണ് അതിൽ കിട്ടുന്നത്. ഇത് ഹോൾ വേൾഡിൽ ഈ കമ്പനി എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു ഐഡിയ ആണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ഇതൊരു ഗ്രാഫാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കി അറിയാൻ പറ്റും എന്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കേപ്പബിലിറ്റി ഒരു സ്കെയിലിൽ 0 to 5 എന്ന് പറഞ്ഞ സ്കെയിലിൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ലോവസ്റ്റ് ആയിരിക്കും, അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഇതിനെയാണ് 0 എന്ന് പറയുന്നത്. ദെൻ 5 എന്ന് പറയുമ്പോൾ പെർഫെക്ഷൻ, മാക്സിമം പെർഫെക്ഷനിൽ വരുന്നത്. അങ്ങനെ ഒരു സ്കെയിലിലാണിത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളെയാണ് അതായത് CMMI മെഷേഴ്സ് സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സ് കോൾഡ് പ്രോസസ് ഏരിയാസ് ഓൺ എ മെച്യൂരിറ്റി സ്കെയിൽ. അതായത് ഓരോ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഇവിടെ എക്സ് ആക്സിസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും എത്ര എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുള്ളതാണ് Y ആക്സിസിൽ കാണിക്കുന്നത്. ഇപ്പോൾ PP എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യണത്. REQM എന്ന് പറയുന്നത് റിക്വയർമെന്റ് മാനേജ്മെന്റ്, ദെൻ MA മെഷർമെന്റ് ആൻഡ് അനാലിസിസ്, ദെൻ CM കോൺഫിഗറേഷൻ മാനേജ്മെന്റ്, ദെൻ PPQA പ്രോസസ് ആൻഡ് പ്രോഡക്റ്റ് ക്വാളിറ്റി അഷുറൻസ്. ഇങ്ങനത്തെ ഈ 5 ഏരിയാസും എങ്ങനെയാണ് പെർഫോം ചെയ്യണതെന്നാണ് ഈ Y-ആക്സിസിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻകംപ്ലീറ്റ് ആണ്. ഇപ്പോൾ MA എന്ന് പറയുന്നത് എന്താണ്? മെഷർമെന്റ് ആൻഡ് അനാലിസിസ്, അത് സ്കെയിലിൽ 1 ആണ്. അപ്പോൾ അതാണ് ഏറ്റവും കുറവ്. മെഷർമെന്റ് അനാലിസിസ് ആ കമ്പനിയുടെ കുറവാണ്. പക്ഷേ CM നോക്കുക, കോൺഫിഗറേഷൻ മാനേജ്മെന്റ് എത്രയാണ്? 4 ആണ് ഈ കമ്പനിയുടെ, ഈ ബാർ ചാർട്ടിന്റെ കമ്പനിയുടെ 4 ആണ്. അതിന്റെ അർത്ഥം എന്താണ്? CM എന്ന് പറയുന്നത് കോൺഫിഗറേഷൻ മാനേജ്മെന്റ്, എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അതിനെ മാനേജ് ചെയ്യാൻ, സോഫ്റ്റ്വെയർ ചേഞ്ചസിനെ മാനേജ് ചെയ്യാനായിട്ട് ഒരു ഹൈ കേപ്പബിലിറ്റി ലെവലാണ് അതിനുള്ളത്. അപ്പം ഇങ്ങനെയാണ് ഈ ബാർ ഗ്രാഫ് ഓരോ ഏരിയ വൈസ് ആയിട്ട്, അതായത് ഒരു പ്രോഡക്റ്റിന്റെ ഡെവലപ്മെന്റിനെ ഓരോ ഏരിയയിലും എന്തുമാത്രം, ഓരോ പ്രോസസ് ഏരിയയിലും എന്തുമാത്രം അതിന് എഫിഷ്യൻസി ഉണ്ടെന്നാണ് ഈ ഗ്രാഫിനകത്ത് കാണിക്കുന്നത്. ദെൻ ബാർ ചാർട്ട് ഷോസ് ദ കേപ്പബിലിറ്റി പ്രൊഫൈൽ. അതായത് ഒരു കമ്പനി ഇപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ഏരിയയിൽ 5 ഉണ്ടാവും, മറ്റേ ഏരിയയിൽ ചിലപ്പോൾ 1 ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇൻ CMMI ഫ്രെയിംവർക്ക് പ്രോസസ് ഏരിയാസ് ആർ ഡിവൈഡഡ്. ഈ ഓരോ പ്രോസസ് ഏരിയ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് പ്രോസസ് ഏരിയകൾ. അതായത് പ്രൊജക്ട് പ്ലാൻ, ഒരു പ്രോസസ്സിൽ ആദ്യം വരുന്ന പ്ലാനിങ് ആണ്, പിന്നെ റിക്വയർമെന്റ് വരുന്നു, മെഷർമെന്റ് അനാലിസിസ്, കോൺഫിഗറേഷൻ മാനേജ്മെന്റ്, പ്രോസസ്. അപ്പം അങ്ങനെ ഓരോ ഏരിയനെയും ഡിഫറെൻറ്റ് ഗോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്പെസിഫിക് ഗോൾസും പിന്നെ അത് അച്ചീവ് ചെയ്യാനുള്ള സ്പെസിഫിക് പ്രാക്ടീസസുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഓരോ ലെവലിനെ പറ്റിയും പറയുന്നതാണ്. ഈച്ച് പ്രോസസ് ഏരിയ ഫോർമലി അസസ്ഡ് അഗെയിൻസ്റ്റ് സ്പെസിഫിക് ഗോൾസ് ആൻഡ് പ്രാക്ടീസസ് ആൻഡ് ഇസ് റേറ്റഡ് അക്കോർഡിംഗ് ടു ദ ഫോളോയിങ് കേപ്പബിലിറ്റി ലെവൽസ്. ഓക്കെ, ലെവൽ 0 എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണ്. ലെവൽ 1 എന്ന് പറയുന്നത് ഓരോന്ന് വായിച്ചു നോക്കിയാൽ മതി. ലെവൽ 1 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പെർഫോം ചെയ്തിട്ടുണ്ട്, ടാസ്ക് പെർഫോം ചെയ്തു. ലെവൽ 2 എന്ന് പറയുന്നത് എന്താണ്? ടാസ്കിനെ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലെവൽ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ ചെയ്തു. ലെവൽ 2 ക്രൈറ്റീരിയ ഹാവ് ബീൻ അച്ചീവ്ഡ്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ്. ലെവൽ 4 എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ്ലി മാനേജ്ഡ് ആണ്. ലെവൽ 3 ക്രൈറ്റീരിയ ഹാവ് ബീൻ അച്ചീവ്ഡ്. ഇൻ അഡീഷൻ ദ പ്രോസസ് ഏരിയ ഇസ് കൺട്രോൾഡ് ആൻഡ് ഇംപ്രൂവ്ഡ് യൂസിങ്. കുറച്ചും ഏറ്റവും ഹൈ ലെവലാണ് എന്ത്? ഒപ്റ്റിമൈസ്ഡ്. അതായത് എല്ലാം അച്ചീവ് ചെയ്തു, ഒപ്റ്റിമൈസ്ഡ് ആയിട്ടാണ് അത് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഒരു പ്രോജക്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞു, ഇതാണ് എന്ത്? ഓരോ പ്രോജക്റ്റിൻ്റെയും പ്രോസസ് ഏരിയാസ് എന്ന് പറയുന്നത്. ഈ പ്രോസസ് ഏരിയനെ ഇവിടെ അതിലൊരു പ്രോസസ് ഏരിയയാണ് എന്ത്? പ്രൊജക്ട് പ്ലാനിങ്. അതിന് ഓരോ പ്രോസസ് ഏരിയനെയും സ്പെസിഫിക് ഗോൾസ് പിന്നെ സ്പെസിഫിക് പ്രാക്ടീസസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സ്പെസിഫിക് ഗോൾസ്, ഇപ്പോൾ പ്രൊജക്ട് പ്ലാനിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പെസിഫിക് ഗോൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്പെസിഫിക് ഗോൾ 1, സ്പെസിഫിക് ഗോൾ 2 ആൻഡ് സ്പെസിഫിക് ഗോൾ 3. ഇതൊരു എക്സാമ്പിളാണ്. പ്രൊജക്ട് പ്ലാനിങ് എന്ന് പറയുന്ന ഏരിയയുടെ പ്രോസസ് ഏരിയനെ ഡിഫറെൻറ്റ് ഗോൾസ് ആയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായാലും ഗോൾ വരുന്നത്? എസ്റ്റിമേറ്റ് ചെയ്യണം, എത്ര ടൈം വേണം, എത്ര പൈസ വേണം എന്നൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് പ്ലാൻ ഡെവലപ്പ് ചെയ്യണം. പിന്നെ എന്ത് വേണം? ഒബ്റ്റെയിൻ കമ്മിറ്റ്മെന്റ് ടു ദ പ്ലാൻ. ഡെവലപ്പ് ചെയ്യാൻ മാത്രം പോരാ, അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ കമ്മിറ്റഡ് ആയിരിക്കണം, ആ പ്ലാനിനോട് വർക്കേഴ്സൊക്കെ കമ്മിറ്റഡ് ആയിരിക്കണം. അപ്പോൾ അതാണ് ഇതിൻ്റെ സ്പെസിഫിക് ഗോൾസ് എന്ന് പറയുന്ന 3 ഗോൾസ്. ഇനി ഈ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള SP എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് പ്രാക്ടീസസ്.
എന്തൊക്കെ പ്രാക്ടീസുകളാണ് ഓരോ ഗോളിനും അച്ചീവ് ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ പോലെ കൊടുത്തിരിക്കുകയാണ്. ഒരു എക്സാമ്പിൾ എടുക്കണമെങ്കിൽ എസ്റ്റാബ്ലിഷ് എസ്റ്റിമേറ്റ്സ്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ പ്രാക്ടീസുകൾ ചെയ്യണം? എസ്റ്റിമേറ്റ് ദ സ്കോപ്പ് ഓഫ് ദ പ്രോജക്റ്റ്, എസ്റ്റാബ്ലിഷ് എസ്റ്റിമേറ്റ്സ് ഓഫ് വർക്ക് പ്രോഡക്റ്റ് ആൻഡ് ടാസ്ക് ആട്രിബ്യൂട്ട്സ്, ഡിഫൈൻ പ്രോജക്റ്റ് ലൈഫ് സൈക്കിൾ, ഡിറ്റർമൈൻ എസ്റ്റിമേറ്റ്സ് എഫേർട്സ് ആൻഡ് കോസ്റ്റ്. അപ്പോൾ ഈ കേപ്പബിലിറ്റി മെച്യൂരിറ്റി മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പ്രോഗ്രസ് കാർഡ് പോലെയാണ്. ഓരോ കമ്പനിയുടെയും ഒരു കേപ്പബിലിറ്റി മെച്യൂരിറ്റി മോഡൽ പ്രൊഫൈൽ ഉണ്ടായിരിക്കും. ആ പ്രൊഫൈലിൽ അത് എന്തുമാത്രം ഓരോ ഏരിയയിലും, ഓരോ പ്രോസസ് ഏരിയയിലും അത് എത്രയ്ക്ക് എക്സൽ ചെയ്യണമെന്നുള്ളതാണ് ഒരു സ്കെയിൽ 0 to 5 എന്ന് പറഞ്ഞ സ്കെയിലിൽ കാണിക്കുന്നത്. അപ്പോൾ ഓരോ ലെവലിൻ്റെ മീനിങ് എന്താണ്? 5 ലെവൽസ് ഉണ്ട് ടോട്ടൽ. ദെൻ ഓരോ പ്രോസസ് ഏരിയനും എന്തായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു? ഒരു ഗോൾസ് ആയിട്ട്, സ്പെസിഫിക് ഗോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിനൊരു എക്സാമ്പിളാണ് പ്രൊജക്ട് പ്ലാനിങ്ങിൻ്റെ കേസിൽ കൊടുത്തിരിക്കുന്നത്. ദെൻ ഓരോ ഗോൾസും അച്ചീവ് ചെയ്യാനുള്ള സ്പെസിഫിക് പ്രാക്ടീസസും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് CMMI എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. CMMI ലെവൽ കേപ്പബിലിറ്റി മെച്യൂരിറ്റി മോഡൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.